ദാവീദ് വേദനയോടെ കരഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു മനസ്സ്. നമ്മുടെ ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം നമുക്ക് ഹൃദയത്തകർച്ചയില്ല എന്നുള്ളതാണ്. ഞാൻ ഈ സഭകളിലൊക്കെ കണ്ട ഒരു വലിയ പ്രശ്നം, ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൃദയത്തകർച്ചയില്ല. എന്ത് തെറ്റ് ചെയ്താലും ഒരു ഹൃദയത്തകർച്ചയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള മോഹമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമെങ്കിലും ഉണ്ടായിരിക്കണം, ഇല്ലേ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹൃദയത്തകർച്ചയുള്ള ഒരു ജീവിതം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഗിരിപ്രഭാഷണത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുമ്പോൾ ഞാൻ അതിന്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് പരിശ്രമിച്ചു. എന്താണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ? എന്നും ദുഃഖിച്ചിരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണോ? ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൃദയത്തകർച്ചയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ്. ഹൃദയത്തകർച്ചയുള്ളവർ. ഒരു തെറ്റ് ചെയ്താൽ ഒരു ഹൃദയത്തകർച്ച, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഹൃദയത്തകർച്ച, ദൈവമക്കളുമായിട്ടുള്ള റിലേഷൻ നഷ്ടപ്പെട്ടാൽ ഒരു ഹൃദയത്തകർച്ച, ദൈവത്തോടുള്ള ഉടമ്പടി പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ള ഒരു ഹൃദയത്തകർച്ച, അതാ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനെന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു സ്റ്റോറി എപ്പോഴും ഓർക്കും. അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അപ്പച്ചൻ, പണ്ട് കാലത്താണ്, മേബി 50 വർഷം മുമ്പ്, അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്നത്തെ ഏറ്റവും വലിയ പാപം എന്നൊക്കെ പറയുന്നത് മദ്യപാനം, പിന്നെ പോല തിന്നുക, പുകയില തിന്നുക, ഇതൊക്കെയാണ് അന്നത്തെ വലിയ ബീഡി വലിക്കുക, ഇതൊക്കെയാണ് അന്നത്തെ വലിയ പാവം, ഇല്ലേ? അവരതൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച ഈ അപ്പച്ചൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷി സ്ഥലത്തേക്ക് പോയി. കൃഷി നടക്കുകയാണല്ലോ. കൃഷി നടക്കുന്നതിനിടയ്ക്ക് അവരവിടെ ഒരു മാടം ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു പ്രത്യേകത, കാവലിന് വേണ്ടി ഒരു മാടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ ഒരു വെറ്റില ചെല്ലം, അതായത് ഈ പോലെയൊക്കെ ഇട്ടേക്കുന്ന ഒരു ചെല്ലം അവിടെ ഇരിക്കുന്നു. അത് ഉപയോഗിക്കാത്തതുകൊണ്ട്, വെറ്റില ഉപയോഗിക്കാത്തതുകൊണ്ട്, പോലെ ഉപയോഗിക്കാത്തതുകൊണ്ട് കുറച്ചു നാളായിട്ടിത് ഇവിടെ അന്ന് പോലും തിരക്കിട്ടില്ല. ഉപേക്ഷിച്ചപ്പോൾ പിന്നെ അതിന്റെ കാര്യം തിരക്കിയില്ല. പക്ഷേ മാടത്തിന്റെ മൂലയ്ക്ക് എന്തിരിപ്പുണ്ടായിരുന്നു? ഇതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി മാസമായി ജോലിക്കാർക്കൊക്കെ പുകല കൊടുക്കാനും ഒക്കെ ആയിട്ട് അവിടെ വെച്ചിരുന്നതാണ്. അവിടെ പോയി ഇരിക്കുമ്പോൾ പോലെ തിന്നാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ, ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപ്പച്ചൻ എന്ത് ചെയ്തു? അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് പോലെ ഇരിക്കും. ആ പുകല കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി നാളായല്ലോ, ഇതിന്റെ മണമൊക്കെ പോയോ എന്നറിയാനായിട്ട് അദ്ദേഹം ഒന്ന് മണത്ത് നോക്കി. മണത്ത് നോക്കിയപ്പോൾ അതിന്റെ മണമൊന്നും പോയിട്ടില്ല. മണം പോയില്ല. എന്നാൽ ടേസ്റ്റ് ഉണ്ടോ എന്നറിയാനായിട്ട് അദ്ദേഹം അറിയാതെ എന്ത് ചെയ്തു? ഇത് ഒന്ന് വായിലിട്ടു. രുചിയും പോയിട്ടില്ല, കുഴപ്പമില്ല. ഇത്രയും നാളായിട്ടും പോരാടെ രുചിയൊന്നും പോയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഓർത്തു, അയ്യോ, ഞാൻ എന്തായി കാണിച്ചേ? ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പുകല തിന്നത്തില്ലെന്ന് തീരുമാനമെടുത്ത ആളല്ലേ, ദൈവമായിട്ട് ഞാൻ ചെയ്ത ഉടമ്പടി തെറ്റിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം ചെല്ലം വലിച്ചെറിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോകുന്ന വഴിക്കല്ലേ അദ്ദേഹം ഇങ്ങനെ വിതുമ്പി കരയുക. അങ്ങനെ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വീട്ടിൽ ചെന്നപ്പം ഭാര്യ ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ എന്താ പറ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. കുഞ്ഞുങ്ങളെല്ലാം വന്ന് ചോദിച്ചു, അപ്പച്ച എന്തോ ഉണ്ടായ സംഭവം എന്തോ പറ? ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ വിതുമ്പി നിൽക്കുക. ഉടനെ പിള്ളേർ പാസ്റ്റർ എടുത്ത്, അമ്മ പറഞ്ഞു, എടാ നീ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോവാ. പിള്ളേരോട് പറഞ്ഞു, എന്തോ സംഭവിച്ചത് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ പാസ്റ്റർ വന്നിട്ട് ചോദിച്ചു, കുഞ്ഞമ്മച്ചായ എന്തോ പറ്റി? അദ്ദേഹം ഒറ്റ കരച്ചില്ല പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പോലെ നിന്ന് പോയി. ഒറ്റ കരച്ചില്ല. അപ്പം പിന്നെ കരച്ചില്ല, ഭയങ്കര കരച്ചിൽ. പാസ്റ്റർ പറഞ്ഞു, കുഞ്ഞമ്മച്ചാൻ അറിയാതെ ചെയ്തതല്ലയോ? ഞാൻ അറിയാതെ ചെയ്തതാണോ? ഞാൻ എന്റെ കൊച്ചു കുഞ്ഞാണോ അറിയാതെ ചെയ്യാൻ? ഞാനത് അറിഞ്ഞുകൊണ്ടാ ചെയ്തത്, അല്ല എന്ന് പോലെയാണെന്ന് എനിക്ക് അറിയത്തില്ലയോ? ഞാൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടി തെറ്റിച്ചു എന്ന് പറഞ്ഞു ഇദ്ദേഹം പിന്നെ ഭയങ്കര കരച്ചിട്ട്. വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹം കരച്ചില്ല. ഒടുവില് ഇവര് പുല്ലാട്ട് നിന്ന് കുടിയേറി പാർത്ത ആളുകളാ. അപ്പം പുല്ലാട്ട് ഇവരുടെ കുടുംബത്തിലെ ഒരു ബ്രദറിലെ ഒരു ഉപദേശിയെ ഇവിടുന്ന് ആള് പോയി വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, കുഞ്ഞമ്മാച്ചാ നീ ചെയ്ത് തെറ്റാ, എന്നാൽ ദൈവം ക്ഷമിക്കാത്ത തെറ്റ് അല്ല. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധി ക്ഷമ ചോദിച്ച് അതിനുശേഷമാണ് ആ മനുഷ്യൻ കഞ്ഞി കുടിച്ചത്. എന്താ ചെയ്തതാ? ഒരു കഷ്ണം പോലെ വായിലിട്ടതാണ്. അതാണ് ഹൃദയത്തകർച്ച. ആ മനുഷ്യനിൽ ദൈവം എങ്ങനെ പ്രസാദിക്കാതിരിക്കും? ഇന്ന് നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ഹൃദയത്തകർച്ച ഉണ്ടാകുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അതിനുള്ള മാർഗം എന്ന് പറഞ്ഞത് തകർന്നു നുറുങ്ങിയുമുള്ള ഒരു ഹൃദയമാണ്. ദൈവത്തിന് പ്രസാദമല്ലാത്തത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോഴെല്ലാം ദുഃഖിക്കുന്ന, കരയുന്ന, വേദനിക്കുന്ന,
ഞാനും എന്റെ സഹോദരനുമായിട്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിറ്റേ ആഴ്ച സഭായോഗത്തിന് ഒരു നമ്മുടെ മലയാള ഭാഷയിലെ ഒരു അത്ര നല്ല വാക്കല്ലെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് ആരാധിക്കുന്ന കാണുമ്പോൾ എവിടെയാ ദൈവം പ്രസാദിക്കുന്നത്? എവിടെ ദൈവം പ്രസാദിക്കും? ദൈവത്തിന് വേദന ഉണ്ടാക്കിയിട്ട്, ദൈവത്തിന് വേദന വരുത്തിയിട്ട്, ദൈവത്തിന്റെ ഹൃദയം തകർത്തിട്ട്, ദൈവത്തിന്റെ ഹൃദയം തകർത്തിട്ട് നമ്മുടെ ഹൃദയം തകരുന്നില്ലെങ്കിൽ എവിടെയാ ദൈവം പ്രസാദിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനുതാപമുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമുണ്ട്. ഹൃദയത്തകർച്ചയുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെക്കുറിച്ചുള്ള വലിയ ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കുക. എഫേസ്യർ 5:17. നമുക്ക് അവിടെ എഴുതിയിരിക്കുന്ന ബുദ്ധിഹീനരാകരുതെന്ന്. ഡു നോട്ട് ബി ഇഗ്നറന്റ്. ബുദ്ധിഹീനരാകാതെ ദൈവഹിതം ഇന്നതെന്ന് എന്താ അതിന്റെ അർത്ഥം? ചിലപ്പോൾ നമുക്ക് ദൈവഹിതം ഇന്നതെന്താണെന്ന് തിരിച്ചറിയാതെ ഉള്ള ഒരു ജീവിതം നമുക്കുണ്ടായേക്കാമെന്നുള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവഹിതം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ വിളിക്കേണ്ടത് ഫൂളിഷ് പീപ്പിൾ എന്നാണ്. ഡു നോട്ട് ബി ഇഗ്നറന്റ്. നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്.